ഹായ് ഫ്രണ്ട്സ്, ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് സോസേജ് കറിയാണ്. അതിന് എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം. സോസേജ്, സവാള, തക്കാളി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ്, കറിവേപ്പില, മല്ലിയില, സ്പ്രിംഗ് ഓണിയൻ. വെച്ച് പാൻ വെച്ച് അതിലേക്ക് എണ്ണ ചൂടാകുമ്പോഴത്തേനും വെളുത്തുള്ളി ഇഞ്ചിയും ഇട്ട് നല്ലോണം വഴറ്റി കൊടുക്കുക. അതിൻ്റെ പച്ച മണം മാറുന്നത് വരെ നല്ലോണം വഴറ്റുക. അതിലേക്ക് നമുക്ക് സവാള ആഡ് ചെയ്ത് കൊടുക്കാം. സവാള നല്ലോണം വഴറ്റിയെടുക്കണം. ഒരു ബ്രൗൺ ഷെയ്ഡ് വരുന്നുണ്ട് വരെ നമുക്ക് വഴറ്റിയെടുക്കാം. പെട്ടെന്നാവാൻ വേണ്ടി നമുക്കൊരു സ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം. ഒരല്പം ഉപ്പിട്ട് നല്ലോണം വഴറ്റിയെടുക്കാം. കുറച്ച് നേരം അടച്ച് വെച്ച് കഴിഞ്ഞാൽ നല്ലതായിട്ട് വരും. നമ്മൾ സവാള നല്ല വഴണ്ട് വന്നിട്ടുണ്ട്. നമുക്കതിലേക്ക് ബാക്കിയുള്ള ചേരുവകളെല്ലാം ചേർത്ത് കൊടുക്കാം. തക്കാളിയും പച്ചമുളകും എല്ലാം ഒന്ന് വഴണ്ട് വരാൻ വേണ്ടിയിട്ട് അടച്ചു വയ്ക്കാം. അത് നല്ല വഴണ്ട് വന്നിട്ടുണ്ട്. നമുക്കതിലേക്ക് മസാലകൾ ആഡ് ചെയ്തെടുക്കണം. മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, ഇത്രയും മസാലയാണ് ഞാൻ ചേർക്കുന്നത്. അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നല്ലോണം വഴറ്റുക. അതിലേക്ക് സോസേജ് ഇട്ട് കൊടുത്ത് സോസേജിലെല്ലാം മസാല പിടിക്കണം. നല്ലവണ്ണം ഇളക്കി ചേർക്കുക. ഇതിലേക്ക് നമുക്ക് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കണം. ഇത് കുക്കായി വരുന്നതിൻ്റെ അത്രയും വെള്ളം ആഡ് ചെയ്ത് കൊടുക്കണം. ഞാൻ 1 ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചേക്കുന്നത്. ഇതിലേക്ക് നമുക്ക് മല്ലിയില ഇട്ട് 1 സ്പൂൺ ഗരം മസാലയും കൂടി ചേർത്ത് നമുക്കൊന്ന് അടച്ച് വെച്ച് വേവിക്കാം. സോസേജ് കറി റെഡി ആയിട്ടുണ്ട്. മസാലയൊക്കെ പിടിച്ച് ലാസ്റ്റ് നമുക്ക് സ്പ്രിംഗ് ഓണിയൻ കൂടി ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ സ്വാദിഷ്ടമായ സോസേജ് കറി റെഡി. എല്ലാവരും തയ്യാറാക്കി നോക്കണേ.